കുറേ നാളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ടിൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതേപോലെയുള്ള അക്രൈലിക് കളേഴ്സ് എടുത്തിട്ട് അതിലിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരച്ച് കൊടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കളറിൽ ഇതുപോലെ ഒരു പിങ്ക് കളർ പൂക്കളുള്ള പെൻസിൽ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ളൊരു പൂവെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിങ്ക് കളറാണെന്നുള്ള നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരച്ച് കൊടുക്കുക. ഇത് വരയ്ക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ 3 ലൈൻസ് വരച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞതായതുകൊണ്ട് തന്നെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഓരോ പൂ വരയ്ക്കുമ്പോഴും പെയിൻറ്റിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് പൂക്കൾ കിട്ടും കേട്ടോ. ഇപ്പോൾ നിറയെ നമ്മൾ പൂക്കൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ എടുത്തിട്ട് ഇതേപോലെ ഒരു തണ്ടും അതിന് 2 കുഞ്ഞ് ഇലകളും വരച്ച് കൊടുക്കാം. ഒരു വര താഴോട്ടും 2 കുഞ്ഞു വരകൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരച്ചാൽ തണ്ടും ഇലയും റെഡിയായി. അങ്ങനെ ഇതേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള 2 ബോട്ടിൽസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ലൈവ് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 എണ്ണം ചെയ്തെടുത്തത്. ഒരെണ്ണം വെക്കുന്നേക്കാളും ഭംഗിയല്ലേ 2 എണ്ണത്തിൽ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പെയിൻറ്റിങ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ആരും ഇരിക്കേണ്ട, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.